എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ രാത്രിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് മൊബൈലിൽ നിങ്ങൾ പരിശോധിച്ചാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇൻ്റർനെറ്റ് കഫേകളിലോ മറ്റോ നാളെ തന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നാളെ ഏകദേശം ഒരു 8 മണിയോടെയൊക്കെ ആയിരിക്കും, അതായത് വൈകുന്നേരം, അത് രാത്രി 8 മണിയോടെയൊക്കെ ആയിരിക്കും റിസൾട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പോയി അവിടെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് നാളെ രാത്രിയോടെ റിസൾട്ട് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു, അതായത് ജൂൺ 2-ാം തീയതിയോടെ നിങ്ങൾ രാവിലെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും തിരക്കിട്ട് അക്ഷയയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിലൊക്കെ പോയിട്ട് രാവിലെ തൊട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ചില വിദ്യാർത്ഥികൾ നാളെ റിസൾട്ട് വരുമെന്ന് പറയുമ്പോൾ രാവിലെ തന്നെ പോയിട്ട് റിസൾട്ട് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു രാവിലെ തന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഫോണിൽ നോക്കിയാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഫോണിൽ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ജൂൺ 2-ാം തീയതിയോടെ നിങ്ങൾ പോയിട്ട് പരിശോധിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ രാത്രിയോടെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരിക, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിയോടെ ആയിരിക്കും റിസൾട്ട് വരിക. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് HSCAP വെബ്സൈറ്റ് ആണെങ്കിൽ, അതായത് ഹയർ സെക്കൻഡറി റിസൾട്ടാണ് പരിശോധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. hscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ്, അതായത് ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് കാണാം ഈ ഒരു വെബ്സൈറ്റിൻ്റെ. അപ്പോൾ ജസ്റ്റ് hscap.kerala.gov.in എന്ന് നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWSലാണ് പല വിദ്യാർത്ഥികളും അപേക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞിട്ടുണ്ടാകും, അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ലിങ്കും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതിൽ 3 കാൻഡിഡേറ്റ് ലോഗിനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഏതിലൊക്കെയാണ് അപേക്ഷ സമർപ്പിച്ചത് ആ ഒരു ലിങ്കുകളിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം ചില വിദ്യാർത്ഥികൾക്ക് 3-ലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ അപേക്ഷിച്ചതനുസരിച്ച് 3-ലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. ചില വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും 1-ലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, ചില വിദ്യാർത്ഥികൾക്ക് 2-എണ്ണത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ പല വിദ്യാർത്ഥികൾക്കും പല തരത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങൾ എങ്ങനെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖാന്തരം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നോക്കാം. അല്ലെങ്കിൽ MRS മുഖേന അല്ലെങ്കിൽ സ്പോർട്സ് ആ ഒരു ലോഗിൻ മുഖേന എങ്ങനെ പരിശോധിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതിലാണ് അപേക്ഷിച്ചത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ഏതിലാണ് അപേക്ഷിച്ചത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സാധാരണ SWSലായിരിക്കും അപേക്ഷിച്ചിട്ടുണ്ടാവുക. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അപേക്ഷിച്ചവർ MRSും, സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ചവർ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിലുമാണ്. അതായത് ഈ ഒരു 3 ലിങ്കുകൾ ഉണ്ടെങ്കിൽ 3 ലിങ്കിലും ക്ലിക്ക് ചെയ്ത്, അതായത് ഓരോ പ്രാവശ്യം പരിശോധിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്ക്, അത് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പറാണ്. ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച കളറിൽ കാണാൻ പറ്റും കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചുവപ്പ് കളറിലായിട്ട് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. അതേസമയം നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് പച്ച കളറിൽ കാണുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് താഴെയായിട്ട് ഒരു ലിങ്ക് ആ ഒരു പേജിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. അവിടെയും നിങ്ങൾക്ക് ഇതേ രീതിയിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ്, അതുപോലെ നിങ്ങൾ എത്രാമത്തെ ഓപ്ഷനായിട്ട് വെച്ച ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു സ്കൂളിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു PDF ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതിനുശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഫില്ല് ചെയ്യും. നിങ്ങളും നിങ്ങളുടെ പാരൻസും അതിൽ സിഗ്നേച്ചർ ഇടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഏറ്റവും താഴെയായിട്ട് ആ ഒരു സ്കൂളിൽ ഏതൊക്കെ ഭാഷകളാണ് സെക്കൻഡ് ലാംഗ്വേജസിൽ ഉള്ളത്, അതായത് ചില സ്കൂളുകളിൽ മലയാളം മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സ്കൂളുകളിൽ ഹിന്ദിയും മലയാളവും ഉണ്ടാവും, ചില സ്കൂളിൽ ഹിന്ദി, മലയാളം, ജർമ്മനി, അതുപോലെ പല ഭാഷകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് നേടിയ സ്കൂളിൽ ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജസ് ആണുള്ളത് അത് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഏറ്റവും താഴത്തെ പേജിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ അത് കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണോ വേണ്ടത് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് കൃത്യമായിട്ട് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ
നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും എടുത്തുകൊണ്ട് സ്കൂളിൽ അഡ്മിഷനായിട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് 2 തരത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുക. ഒന്നാമത്തേത് ടെമ്പററി അഡ്മിഷൻ നേടാം. ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു 6ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കുക. 6ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഈ ഒരു 5 മുതൽ, അതായത് 1 മുതൽ 5 വരെയുള്ള ഓപ്ഷനുകൾ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ മറ്റൊരു ഓപ്ഷനിലേക്ക് പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ 1 മുതൽ 5 വരെയുള്ള ഓപ്ഷനിൽ പരിഗണിക്കും. അപ്പോൾ നിങ്ങൾക്ക് 6ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ഈ A മുതൽ ആ ഒരു 10 വരെയുള്ള എല്ലാ ഓപ്ഷൻസും റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ 6ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അതായത് 6ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 6ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഇതിന് താഴെയുള്ള മറ്റ് ഓപ്ഷൻസൊക്കെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് 1 മുതൽ 5 വരെയുള്ള ഈ ഒരു ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് അവിടെ ബാക്കിയുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷനുകളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അതിന് താഴെയുള്ള മറ്റ് ഓപ്ഷൻസൊക്കെ റിമൂവ് ചെയ്യപ്പെടും. അതിന് മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളൊക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. അത് വേണമെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഒരു ഓപ്ഷൻ ആവശ്യമെങ്കിൽ അത് നിലനിർത്താനായിട്ട് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിവിടെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടുകയും ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് അവിടെ തന്നെ ടെമ്പററി ആയിട്ട് തന്നെ തുടരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അതേസമയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പെർമനൻറ്റ് അഡ്മിഷൻ്റെ കാര്യം പറയാം. പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ, ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീസ് അടക്കാതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളും അലോട്ട്മെൻറ്റും ലെറ്ററും കൊടുത്തുകൊണ്ട് നേടുന്ന അഡ്മിഷനാണ് ടെമ്പററി അഡ്മിഷൻ. അതേസമയം പെർമനൻറ്റ് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഈ അഡ്മിഷൻ ഫീസും ഒക്കെ അടച്ചുകൊണ്ട് സ്കൂളിൽ നേടുന്ന സ്ഥിരപ്രവേശനമാണ്. എന്നാൽ ഈ ഒരു സ്ഥിരപ്രവേശനം ആരൊക്കെ നേടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ാമത്തെ ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 1ാമത്തെ ഓപ്ഷനിൽ 2, 3, 4, 5 എത്രാമത്തെ ഓപ്ഷൻ കിട്ടി, അപ്പോൾ ആ ഒരു സീറ്റ് തന്നെ നിങ്ങൾക്ക് മതി. ഇനി മറ്റ് ഓപ്ഷനുകളൊന്നും പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിലും നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. എന്നാൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഓപ്ഷൻ ഏതാണോ അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ആ ഒരു ആദ്യം കിട്ടിയ സീറ്റ് പോവുകയും പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അതുപോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.